ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അല്ലെങ്കിൽ ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായും നമ്മുടെ ഹിപ്പ് ജോയിൻറ്റ്, ആ ഒരു ജോയിൻറ്റ്, അതായത് തുടയലിൻ്റെ അഗ്രഭാഗം, ഹെഡും അസെറ്റാബുലം എന്ന് പറഞ്ഞ ഭാഗവും അത് മൊത്തം തേഞ്ഞിരിക്കുകയും, അപ്പോൾ ആ തേഞ്ഞ ഭാഗം കാരണം പേഷ്യൻ്റ് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നു. പ്രധാനമായും എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ? നടക്കുമ്പോഴുള്ള വേദന, കാൽ അനക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, വേദന, കാലധികം അനങ്ങാതിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നല്ല വേദനയായിട്ട് പേഷ്യൻസ് ഒ പിയിലോട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ എന്താണ് ചെയ്യുന്നത്? തേഞ്ഞ ഭാഗം, അതായത് ഞാൻ പറഞ്ഞല്ലോ തുടലിൻ്റെ അഗ്രഭാഗം, അത് മാറ്റുക. പിന്നെ അസെറ്റാബുലം തേഞ്ഞ ഭാഗം അതിനെ ഒന്ന് റീൻ ചെയ്ത് അതിനെ പോളിഷ് ചെയ്ത് നമ്മുടെ ആ ആർത്രൈറ്റിസിൻ്റെ എലിമെൻറ്റ്സ് കംപ്ലീറ്റ് മാറ്റിയിട്ട് ഈ തുടലിൻ്റെ അഗ്രഭാഗത്ത് നമ്മുടെ ആ ഹെഡ് പാർട്ട് മാറിയല്ലോ, അപ്പോൾ പുതിയൊരു ഇംപ്ലാന്റ് വെച്ച് പിടിപ്പിക്കുന്നതാണ് ഈ ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒപ്പം അസെറ്റാബുലത്തിന് അതിൻ്റേതായ ഒരു ഇംപ്ലാന്റും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ ജോയിൻറ്റിൻ്റെ 2 ഭാഗവും നമ്മൾ ഫുള്ളി റീപ്ലേസ് ചെയ്യുന്നതുകൊണ്ടാണ് ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് എന്ന് നമ്മൾ പറയുന്നത് സാധാരണഗതിയിൽ. ഒരുപാട് മെറ്റാലിക് അലോയ് ഇംപ്ലാന്റ്സ് ഉണ്ട്. ഇപ്പോൾ സെറാമിക്കിൻ്റെ ഇംപ്ലാന്റ്സ് ഉപയോഗിക്കുന്നുണ്ട്, മെറ്റലിൻ്റെ ഇംപ്ലാന്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം യങ് പേഷ്യൻസിന് കൂടുതലും സെറാമിക് ഇംപ്ലാന്റ്സ് ആണ് നമ്മൾ സാധാരണ പ്രിഫർ ചെയ്യാറ്. അപ്പം ഈ ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് എന്താ പറയുക, സർജറി ഓഫ് ദി സെഞ്ച്വറി എന്നാണ് പറയുന്നത്. അപ്പം കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും നല്ല സർജറി എന്നറിയപ്പെടുന്ന ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻ്റ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പേഷ്യൻറ്റിൻ്റെ വേദന അപ്പാടെ കംപ്ലീറ്റ് മാറുന്നു. ഡിഫോമിറ്റി കറക്ഷൻ, അതായത് ഡിഫോമിറ്റി അല്ല, ലെങ്ത്തിൻ്റെ വ്യത്യാസം അതെല്ലാം കറക്റ്റഡ് ആവുന്നു. പൂർവ്വസ്ഥിതിയിലേക്ക് പേഷ്യൻറ്റിൻ്റെ ആ വേദനയ്ക്ക് മുമ്പേ ഉള്ള ആ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ഉതകുന്ന രീതിയിലുള്ള അത്രയും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സർജറിയാണ് ഈ ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ്. ഇത് ചെയ്യുന്നതിലൂടെ ഒരുപാട് നല്ല ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു പഴയ ഒരു പ്രീഹാബിലിറ്റേറ്റീവ് ലൈഫിലോട്ട് പേഷ്യൻറ്റ് പോകാൻ സാധിക്കും. അപ്പം ഇടുപ്പിന് ആ ഭാഗത്തൊരു പെയിൻ ഉള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും ഒരു ഓർത്തോപെഡിക് സർജൻ്റെ സഹായത്തോടു കൂടി അത് ഡയഗ്നോസ് ചെയ്ത് അതിൻ്റെ കറക്റ്റായ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്.